പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമാണ്. ആദ്യമേ തന്നെ ഞാൻ ഇതിന്റെ പേര് നോക്കാറുന്നു. ബഹ്റൈൻ മല്ലു ആംഗ്ലീഷ്. മല്ലു എന്നുള്ള പേര് ഔദ്യോഗികമായിട്ട് സ്വന്തമാക്കി അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടതിന് വലിയ സന്തോഷം. മല്ലൂസ് നമ്മളെ കളിക്കാരായിട്ട് പറയില്ലേ സാറിന്, മല്ലൂസ് എന്നൊക്കെ പറഞ്ഞ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രവാസ ജീവിതം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് കുടുംബത്തെ പോറ്റാൻ വേണ്ടി നാടും കടലും കടന്നു പോന്നവരാണ്. പ്രവാസം എന്ന് പറയുന്നത് തന്നെ പ്രയാസത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും അംഗീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ സൗണ്ട് പോയിരിക്കണ്ടോ? സൗണ്ട് ബോക്സ് ഇന്ന് പള്ളിപ്പെരുന്നാളൊക്കെ ആയിരുന്നു, പോയിരിക്കണം. ഈ പ്രവാസ ജീവിതത്തിനിടയില് നമുക്കറിയാം, ഇന്റർനാഷണൽ ലേബർ ഡേ, 8 hours വർക്ക്, 8 hours sleep, 8 hours recreation. അപ്പൊ 8 മണിക്കൂർ സമയമുണ്ടെന്നാ പറയുന്നത് നമുക്ക് നമ്മുടെ വിനോദ പരിപാടികൾക്ക് വേണ്ടി. വിനോദ പരിപാടികളില്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷപ്രദമായിരിക്കില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ പ്രവാസ ജീവിതത്തെ ഉല്ലാസഭരിതമാക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്, അല്ലെ? നമ്മളൊക്കെ തന്നെയാണ് ഈ പ്രവാസ ജീവിതത്തെ ഉല്ലാസഭരിതമാക്കേണ്ടത്. വർഷങ്ങൾ കടന്നുപോകും. വർഷങ്ങൾ കടന്നുപോയി. ഞാനൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് തോന്നണേ 50% ജീവിതം പ്രവാസമായി കഴിഞ്ഞു. അങ്ങനെ കടന്നുപോകും. അപ്പോ ഇത് തന്നെയാണ് ജീവിതം. ഇനി തിരികെ പോയിട്ട് ജീവിക്കാമെന്നൊന്നും ചിന്തിക്കരുത്. എവിടെയായിരിക്കുന്നുവോ, എവിടെയാണോ ജോലി ചെയ്യുന്നത്, എവിടെയാണോ ജീവിക്കുന്നത്, അവിടെ തന്നെ നമ്മൾ സന്തോഷകരമായി ജീവിക്കണം. ഹെവൻലി ലൈഫ്. അങ്ങനെയെങ്കിലും വിനോദം അതിന്റെ ഒരു വലിയ ഭാഗമാണ്. വിനോദമില്ലാതെ, വിനോദ പരിപാടികളിൽ ഏർപ്പെടാത്ത ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പലതരത്തിലാവാം. ചിലര് കള്ളുടിക്കാൻ പോകും, ചിലർ സിനിമയ്ക്ക് പോകും, ചിലര് എന്നെ പോലെ BMCയിൽ വന്നിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ മീൻപിടുത്തം ഇങ്ങനെ പറയുമ്പോ എന്റെ ഒരു കുടുംബത്തിലൊക്കെ ആളുണ്ട്, വലിയ മീൻപിടുത്തക്കാരനാണെന്നാ പറയണേ. എല്ലാ ആഴ്ചയും പോയി 20-30 കിലോ ഒക്കെ മീൻ പിടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോ ഈ മീൻപിടുത്തക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഘടന രാജീവ് ഭയങ്കര രസകരമായി തോന്നുന്നു. തീർച്ചയായിട്ടും സുനില് ഇങ്ങനെ വിളിച്ചപ്പോ എനിക്ക് വലിയ രസകരമായിട്ട് തോന്നി. ഞാൻ എന്തായാലും വരാമെന്ന് ഏറ്റു. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപക്ഷെ അറിയാമായിരിക്കും, ഞാൻ ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ചെയർമാനാണ്. അവിടെ നിരവധി കലാപരിപാടികളും സുനിലൊക്കെ വന്നിട്ടുണ്ട്. കൊല്ലം സ്വരാജിനെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയാണ് പേര്, നമ്പറൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കണേ. തീർച്ചയായിട്ടും നല്ല ഒരു ആക്ഷനാണ്. 5 വർഷമായി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഞാൻ ആദ്യമായിട്ടൊക്കെ കേട്ടത് ഇങ്ങനെ ഒരു BMA എന്ന് പറഞ്ഞ അസോസിയേഷനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് 2 മാസക്കാലമായിട്ട് ഇങ്ങനെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും അതിനകത്ത് 10.25 കിലോത്തിന്റെ ഒരു മീൻ പിടിച്ചത് ആരാ? ഇവിടെ ഉണ്ടോ ആള്? ഓ, ഗ്രേറ്റ്. ചൂണ്ടയിടാൻ മിടുക്കനാണെന്ന് അർത്ഥം. രാജീവ് പറയണത് ചൂണ്ടയിടാൻ. തീർച്ചയായിട്ടും വലിയ സന്തോഷം തോന്നുന്നു. ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് ക്ഷണിച്ചതിനെ ഓർത്ത് ഞാൻ ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. BMA അസോസിയേഷന്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ഈ ടൂർണമെന്റിൽ പങ്കെടുത്ത 60ഓളം പേരെ ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. വിജയമോ പരാജയമോ രണ്ടാമതാണ്. വിജയവും പരാജയമൊക്കെ രണ്ടാമതാണ്. അത് എല്ലാ കളികളിലും ഉണ്ട്. പക്ഷേ വിജയത്തെക്കാൾ ഉപരി അതിൽ പങ്കെടുത്തു, അതിലൂടെ ആ വിനോദത്തെ സ്വായത്തമാക്കാൻ അല്ലെങ്കിൽ അതിലൂടെ അല്പമെങ്കിലും സന്തോഷം ഉണ്ടാക്കുവാൻ ശ്രമിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. വിജയികൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുന്നു. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അതുപോലെ തന്നെ ക്രിസ്തുമസിന്റെയും പുതുവർഷത്തിന്റെയും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. അതോടൊപ്പം തന്നെ BMC എന്ന് പറഞ്ഞതുകൊണ്ട് BMCയുടെ ഒരു നേരത്തെ സംസാരിക്കുകയായിരുന്നു.
ഒരു ചെറിയ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. BMCയുടെ സോഷ്യൽ വെൽഫെയർ സെക്യൂരിറ്റി സ്കീം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ വെൽഫെയർ സെക്യൂരിറ്റി സ്കീം നമുക്കറിയാം. ഇന്നിപ്പോ രാവിലെ കണ്ട വാർത്ത 26 വയസ്സുകാരൻ മരിച്ചു. ഇന്നിപ്പോ വൈകുന്നേരം കിട്ടിയ വാർത്ത 17 വയസ്സുകാരി മരിച്ചു. ഇന്നലെ കിട്ടിയ വാർത്ത 38കാരൻ മരിച്ചു. ഇങ്ങനെ നിരവധി മരണങ്ങൾ, അകാല വിയോഗങ്ങൾ ഈ പവിഴദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ അവസരത്തില് നമ്മൾ പ്രൗഡ് ഇന്ത്യ, വി ആർ ഓൾ പ്രൗഡ് ഇന്ത്യൻസ്. പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ, ഒരു മരണം സംഭവിച്ചാൽ ബക്കറ്റ് വിരിവായിട്ട് ഇറങ്ങുന്ന ഒരു കൂട്ടം ജനതയാണ് ഇവിടെയുള്ള ഇന്ത്യക്കാര്. അപ്പൊ അതിനെതിരെ ശബ്ദമുയർത്തുവാൻ, അല്ലെങ്കിൽ ഒരു വിരലെങ്കിലും അണക്കുവാൻ ശ്രമിച്ചിരിക്കുകയാണ് ബഹ്റൻ മീഡിയ സിറ്റി. എന്ന് വെച്ചാൽ 22 ദിനാർ മുടക്കി BMC സോഷ്യൽ വെൽഫെയർ സെക്യൂരിറ്റി സ്കീമിൽ ജോയിൻ ചെയ്താൽ 22ന്റെ 500 ഇരട്ടി വരുന്ന തുക, 11,000 ദിനാറിന്റെ ലൈഫ് കവർ പ്രൊട്ടക്ഷൻ പ്ലാൻ നിങ്ങളംഗമാകും. അതുമാത്രമല്ല, 22 ദിനാർ മുടക്കുമ്പോൾ 10 ഇരട്ടി തുകയെങ്കിലും നിങ്ങൾക്ക് BMC നൽകുന്ന ഡിജിറ്റൽ മൾട്ടി ബിസിനസ് ഡിസ്കൗണ്ട് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നേടുവാനും കഴിയും. ഇനിയും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു മാസക്കാലത്തെ ഫ്രീ ആയിട്ടുള്ള ഫിറ്റ്നസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും സാധിക്കും ഈ സ്കീമിലൂടെ. 22 ദിനാർ മുടക്കിയാൽ ഒരു വർഷത്തേക്ക് 11,000 ദിനാറിന്റെ ഇൻഷുറൻസ് കവറേജ്, അതുപോലെ 100, 200, 500 BD വരെ ഉണ്ടാക്കാവുന്ന റെസ്റ്റോറന്റുകൾ, അൽഹിലാൽ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഡിസ്കൗണ്ട് കാർഡ് ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ദ ഓൾ ഇന്ത്യൻ ക്ലബ്. ഇവിടെ ആരെങ്കിലും ഇന്ത്യൻ ക്ലബ് മെമ്പേഴ്സ് ഉണ്ടോ? ഇന്ത്യൻ ക്ലബ്ബ്, ദ ഓൾ ഇന്ത്യൻ ക്ലബ് ഓൾറെഡി ജോയിൻ വിത്ത് ദ സ്കീം. അതൊരു സർട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലോകത്തൊരിടത്തും ലഭ്യമാകാത്ത ഒരു പദ്ധതിയാണ്. അതൊക്കെ നിങ്ങൾക്ക് സ്വായത്തമാക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.